നമ്മൾ ഇന്ന് കാർബൺ അലോട്രോപ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഗ്രാഫീൻ. ഗ്രാഫീൻ ഒരു ക്രിസ്റ്റലൈൻ അലോട്രോപ്പ് ഓഫ് കാർബൺ ആണ് വിത്ത് 2 dimensional അറ്റോമിക് സ്കെയിൽ ഹെക്സഗണൽ പാറ്റേൺ. ഒരു ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് ആയിട്ടുള്ള സോളിഡ്സിനെ കുറിച്ച് നമുക്കറിയാം. അപ്പോൾ ഗ്രാഫീന് ഒരു ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള കാർബണിന്റെ അലോട്രോപ്പ് ആണ്. അതായത് കാർബണിന്റെ തന്നെ ഡിഫറെന്റ് ഫോംസ് ആണ് ഈ ഗ്രാഫീന്, ഫുള്ളറീൻ, കാർബൺ നാനോ ട്യൂബ്സ് ഒക്കെ. സോ ഇവ 2 dimensional ആണ്, ഹെക്സഗണൽ പാറ്റേണിലാണുള്ളത്. ഈ ഗ്രാഫൈറ്റ്, ഫുള്ളറീൻ, നാനോ ട്യൂബ്സ്, നാനോ കോൺസിന്റെ ഒക്കെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറൽ എലമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാഫീൻ ആണ്. അതുകൊണ്ട് അവയെ മദർ ഓഫ് ഓൾ കാർബൺ നാനോ മെറ്റീരിയൽസ് എന്ന് വിളിക്കാറുണ്ട്. സോ ഇതാണ് ഗ്രാഫീൻ. 2 dimensional ആണ്, എനിക്കൊരു ഹെക്സഗണൽ പാറ്റേൺ ആണുള്ളത്. അതായത് 6 ബോണ്ടുകളാണുള്ളത്. 1 2 3 4 5 6 കാർബൺ ആറ്റംസിന്റെ ഒരു ബോണ്ടാണ് ഇതിൽ ഓരോ സിംഗിൾ സ്ട്രക്ചറിലുള്ളത്. ദെൻ അവയുടെ ഒരു കൂട്ടം, ആ ഒരു ബോണ്ട് കൂടി ചേർന്നാണ് ഗ്രാഫീൻ ഫോം ചെയ്തിരിക്കുന്നത്. 2 dimensional ഹെക്സഗണൽ പാറ്റേൺ ആണുള്ളത്. ഓക്കെ, ഇത് നിയർലി ട്രാൻസ്പെറന്റ് ആണ്. ഗ്രാഫീന് സ്റ്റീലിനേക്കാളും 200 times സ്ട്രോങ്ങർ ആണ്. കാരണം അവയുടെ ആ ഒരു ടൈറ്റ്ലി പാക്ഡ് കാർബൺ ആറ്റംസ് കാരണം ഓരോ കാർബൺ അലോട്രോപ്സിന്റെയും ബോണ്ടിങ്ങിൽ ഉണ്ടാവുന്ന വ്യത്യാസം കൊണ്ടാണ് അവയുടെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവുന്നത്. ദെൻ ഹീറ്റ്, ഇലക്ട്രിസിറ്റി ഒക്കെ കണ്ടക്ട് ചെയ്യുന്നവയാണ് ഗ്രാഫീന്. കാരണം p ഇലക്ട്രോൺസ് ഉണ്ട് അവയിൽ. ദെൻ സെമി കണ്ടക്ടേഴ്സ്, ബാറ്ററീസ്, ഇലക്ട്രോണിക്സ്, കോമ്പോസിറ്റ് ഇൻഡസ്ട്രീസിലൊക്കെ ഇപ്പോൾ ഗ്രാഫീൻ യൂസ് ചെയ്യാറുണ്ട്. അടുത്തത് ഫുള്ളറീൻ. ഒരു ഫുട്ബോൾ പോലെ നമുക്ക് തോന്നുന്ന ഒരു സ്ട്രക്ചറാണ് ഫുള്ളറീനുള്ളത്. These are molecular form of very pure carbon. They are discovered in 1995. They possess cage-like structure. ഒരു cage-like structure of carbon atoms ആണ് നമ്മുടെ ഫുള്ളറീൻ ഉള്ളത്. മോസ്റ്റ് അബണ്ടന്റ് ഫുള്ളറീൻ എന്ന് പറയുന്നത് ബക്മിനിസ്റ്റർ ഫുള്ളറീൻ ആണ്. C60. അവയ്ക്ക് ഒരു സ്പെറിക്കൽ സ്ട്രക്ചർ ഓഫ് 60 കാർബൺ ആറ്റംസ് ആണ്. 60 കാർബൺ ആറ്റംസ് കൂടി ചേർന്ന ഒരു സ്പെറിക്കൽ സ്ട്രക്ചർ ആണ് നമ്മുടെ ഫുള്ളറീൻ ഉള്ളത്. അവയിൽ 12 5 മെമ്പേർഡ് റിംഗ്സും ഉണ്ട്, 26 മെമ്പേർഡ് റിംഗ്സും ഉണ്ട്. പെർഫെക്റ്റ് ഇക്കോസാഹെഡ്രൽ ജോമെട്രി, ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ജോമെട്രി ആണ് ഇവയ്ക്കുള്ളത്. ഇക്കോസാഹെഡ്രൽ ആയിരിക്കും അവയുടെ ജോമെട്രി. ഒരു ഫുട്ബോളിന്റെ ജോമെട്രിക്ക് സിമിലർ ആയിരിക്കും നമ്മുടെ ഫുള്ളറീന്റെ ജോമെട്രി. അതായത് 5 മെമ്പേർഡ് റിംഗ്സും ഉണ്ട്, 6 മെമ്പേർഡ് റിംഗ്സും ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ നോക്കിയാൽ 1 2 3 4 5, ഇതൊരു 5 മെമ്പേർഡ് റിംഗ് ആണ് അല്ലെ, 5 കാർബൺ ആറ്റംസ്. അതുപോലെ ഇത് നോക്കിയാലോ 1 2 3 4 5 6. അപ്പോൾ 6 മെമ്പേർഡ് റിംഗ്സും ഉണ്ട്, 5 മെമ്പേർഡ് റിംഗ്സും ഉണ്ട് നമ്മുടെ ഫുള്ളറീനിൽ. 5 മെമ്പേർഡ് റിംഗ്സ് 12ഉം 6 മെമ്പേർഡ് റിംഗ്സ് 20 ആണ് ഉള്ളത് നമ്മുടെ ഫുള്ളറീനകത്ത്. ഫുള്ളറീന്റെ സ്ട്രക്ചർ ഒരു എന്താണ്, ഒരു ഫുട്ബോളിന്റെ സ്ട്രക്ചറിന് സിമിലർ ആയിരിക്കും. ഓക്കെ, ഇനി ഇവയുടെ യൂസസ്, ആന്റിവൈറൽ ആക്ടിവിറ്റി ഉണ്ട് നമ്മുടെ ഫുള്ളറീന്. അതുകൊണ്ട് HIV ഇൻഫെക്ഷൻ ഒക്കെ എതിരായിട്ട് നമ്മൾ ഈ ഫുള്ളറീൻ യൂസ് ചെയ്യാറുണ്ട്. മെഡിസിനൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്, ബിക്കോസ് they can bind specific antibiotics and target certain types of cancer cells such as melanoma. മെലനോമ എന്ന് പറയുന്ന ഒരു സ്കിൻ ക്യാൻസർ ആണ് നമുക്കറിയാം. അപ്പോൾ ഈ ഫുള്ളറീൻസിന് ആന്റിബയോട്ടിക്സിനെ ബൈൻഡ് ചെയ്തിട്ട് ടാർഗറ്റ് ചെയ്ത്, ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ക്യാൻസർ സെല്ലുകളെ അല്ലെങ്കിൽ ആ ഒരു ടിഷ്യൂസിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് നമുക്ക് ആന്റിബയോട്ടിക്സ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ ഫുള്ളറീൻ യൂസ് ചെയ്യാൻ പറ്റും. ഫുള്ളറീൻ ആ ആന്റിബയോട്ടിക്സിനെ ബൈൻഡ് ചെയ്യും. ദെൻ നമുക്ക് എത്തേണ്ട സെല്ല് എവിടെയാണോ നമുക്ക് ഈ ഫുള്ളറീൻ മെഡിസിൻ അപ്ലൈ ചെയ്യേണ്ടത് അവിടെ എത്തുമ്പോൾ ഫുള്ളറീന് ആന്റിബയോട്ടിക്സിനെ റിലീസ് ചെയ്യും. അതിനെ നമ്മൾ ടാർഗറ്റഡ് ഡ്രഗ് ഡെലിവറി എന്ന് പറയും. ഒരു പർട്ടിക്കുലർ പ്ലേസ് അല്ലെങ്കിൽ സെല്ലോ പർട്ടിക്കുലർ ആയിട്ടുള്ള അവയവങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ട് നമ്മൾ നടത്തുന്ന ഡ്രഗ് ഡെലിവറിയാണ് ടാർഗറ്റഡ് ഡ്രഗ് ഡെലിവറി. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫുള്ളറീൻസ് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ബയോളജിക്കൽ ആന്റി ഓക്സിഡൻസ് ആയിട്ട് ഫുള്ളറീൻസ് യൂസ് ചെയ്യാം. ദെൻ പൊട്ടൻഷ്യൽ ഫോട്ടോ സെൻസിറ്റൈസേഴ്സ് ഇൻ ഫോട്ടോ ഡൈനാമിക് തെറാപ്പി, കാറ്റലിസ്റ്റ് ഫോർ ഹൈഡ്രോജനേഷൻ. കൂടുതൽ മെഡിസിനൽ ആപ്ലിക്കേഷൻ ആണുള്ളത്. അതുപോലെ തന്നെ ഹൈഡ്രോജനേഷനിൽ കാറ്റലിസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. ഫോട്ടോ ഡൈനാമിക് തെറാപ്പിയിലൊക്കെ നമ്മൾ ഫുള്ളറീൻസ് യൂസ് ചെയ്യാറുണ്ട്. അടുത്തത് നാനോ ട്യൂബ്സ്. കാർബൺ നാനോ ട്യൂബ്സ് ഐഡന്റിഫൈ ചെയ്തത് 1991 ഒരു ജപ്പാനിലുള്ള ജപ്പാൻ സയന്റിസ്റ്റ് ആണ് കാർബൺ നാനോ ട്യൂബ്സ് ഐഡന്റിഫൈ കണ്ടുപിടിച്ചത്. കാർബൺ നാനോ ട്യൂബ് ഒരു ട്യൂബ്, കാർബൺ നാനോ ട്യൂബ് ആണ്, കാർബണിന്റെ അലോട്രോപ്പ് ആണ്. ഒരു ട്യൂബ് ഷേപ്ഡ് മെറ്റീരിയൽ ആണ്. ഒരു ഡയമീറ്റർ റേഞ്ച് 1 നാനോമീറ്റർ മുതൽ ഒരു 50 നാനോമീറ്റർ റേഞ്ച് വരെയാണ് അവയുടെ ഡയമീറ്റർ റേഞ്ച് ഉണ്ടായിരിക്കുക ആ ഒരു ട്യൂബിന്റെ. ദെൻ കാർബൺ നാനോ ട്യൂബ്സ് സിലിണ്ടേഴ്സ് ഓഫ് 1 or more layers ഓഫ് ഗ്രാഫീൻ ആണ്. നമ്മൾ പറഞ്ഞു ഗ്രാഫീൻ കൊണ്ടാണ് മറ്റു പല കാർബൺ അലോട്രോപ്സുകളും മേക്ക് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാർബൺ നാനോ ട്യൂബ്സ് എന്ന് പറയുന്നത് ഗ്രാഫീന്റെ ഒന്നോ അതിലധികം ലേയേഴ്സ് ആണ്. ഓക്കെ, സിലിണ്ടേഴ്സ് ഓഫ് 1 or more layers ഓഫ് ഗ്രാഫീൻ ആണ് കാർബൺ നാനോ ട്യൂബ്സ്. സ്റ്റിഫ്നെസ്, സ്ട്രെങ്ത്, ടെൻസിറ്റി ഒക്കെ ഉണ്ട് ഫൈബർ മെറ്റീരിയൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ദെൻ തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി
ഓൾസോ വെരി ഹൈ ആസ് കമ്പയറബിൾ ടു അതർ കണ്ടക്റ്റീവ് മെറ്റീരിയൽസ്. ഇപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഒക്കെ നമ്മുടെ കാർബൺ നാനോ ട്യൂബ്സിന് കൂടുതലാണ്. ഗ്രാഫീൻ്റെ ഒരു ഷീറ്റ്സ് അല്ലെങ്കിൽ ലെയറുകളാണ് ഇവയ്ക്കുള്ളത്. കാർബൺ നാനോ ട്യൂബ്സ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സിംഗിൾ വോൾ നാനോ ട്യൂബ്സ് ആണ് മൾട്ടി വോൾഡ് നാനോ ട്യൂബ്സ്. സിംഗിൾ വോൾഡ് എന്ന് പറയുമ്പോൾ ഒറ്റ വോൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, മൾട്ടി വോൾ എന്ന് പറയുമ്പോൾ പല കാർബൺ നാനോ ട്യൂബ്സിന്റെ ലെയറുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, സെവറൽ സിംഗിൾ വോൾഡ് നാനോ ട്യൂബ്സ്, ഡിഫറെന്റ് ഡയമീറ്റർ ഉള്ള പല സിംഗിൾ വോൾഡ് നാനോ ട്യൂബ്സ് കൂടി ചേർന്നാണ് മൾട്ടി വോൾഡ് നാനോ ട്യൂബ്സ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് കാർബൺ നാനോ ട്യൂബിന്റെ ഒരു സ്ട്രക്ചർ. ഒന്നുകിൽ അത് സിംഗിൾ വോൾഡ് ആവാം, അല്ലെങ്കിൽ പല ഡയമീറ്റർ ഉള്ള കാർബൺ നാനോ ട്യൂബുകൾ കൂടി ചേർന്നുള്ള മൾട്ടി വോൾഡ് നാനോ ട്യൂബ്സ് ആവാം. ഇനി അവയുടെ ആപ്ലിക്കേഷൻസ്, ഇന്ഡിയം സോളാർ സെൽസിൽ ഫോട്ടോ കറണ്ട് വേണ്ടിയിട്ട്, അതായത് നമുക്കറിയാം സൺലൈറ്റിൽ നിന്ന് കറണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സോളാർ സെല്ലുകളിൽ ഇന്ഡിയം ടിൻ ഓക്സൈഡിനെ റീപ്ലേസ് ചെയ്ത് നമുക്ക് അവിടെ കാർബൺ നാനോ ട്യൂബ്സ് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ സിംഗിൾ വോൾഡ് നാനോ ട്യൂബ്സ് ആർ യൂസ്ഡ് ഇൻ ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് സോളാർ പാനൽസ്. ദെൻ മൾട്ടി വോൾഡ് കാർബൺ നാനോ ട്യൂബ്സ് ആർ യൂസ്ഡ് ഇൻ ലിഥിയം അയൺ ബാറ്ററീസ് ടു എൻഹാൻസ് സൈക്കിൾ ലൈഫ്. ഇപ്പോൾ ഈ കാർബൺ നാനോ ട്യൂബ്സ് ഒക്കെ ഒരുപാട് റീസെന്റ് ഒത്തിരി അവിടെ ആപ്ലിക്കേഷൻസ് ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. സോളാർ സെല്ലുകളിലും അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. Then parallel carbon nanotubes have been used to create loudspeakers. Then multifunctional coating material ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. നാനോ വയേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ആണ് നമ്മുടെ കാർബൺ നാനോ ട്യൂബ്സിനുള്ളത്. അടുത്തത് കാർബൺ ക്വാണ്ടം ഡോട്ട്സ്. കാർബൺ ക്വാണ്ടം ഡോട്ട്സ് എന്ന് പറയുന്നത് കാർബൺ നാനോ ഡോട്ട്സ് അല്ലെങ്കിൽ കാർബൺ ഡോട്ട്സ് എന്നറിയപ്പെടുന്നത് കാർബണിന്റെ നാനോ പാർട്ടിക്കിൾസ് ആണ്. 10 നാനോമീറ്ററിനേക്കാളും കുറഞ്ഞ സൈസാണ് ഇവയ്ക്കുള്ളത്. നാനോ പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ വളരെ ചെറിയ സൈസ് ആയിരിക്കും അവയ്ക്കുള്ളത്. അപ്പോൾ ഒരു 1 to 100 നാനോമീറ്ററിനുള്ളിലുള്ള പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ നാനോ പാർട്ടിക്കിൾസിനുള്ളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കാർബൺ ക്വാണ്ടം ഡോട്ട്സിന് 10 നാനോമീറ്ററിനേക്കാളും കുറവായിരിക്കും സൈസ്. അത് വളരെ ചെറുതായിരിക്കും ഈ കാർബൺ നാനോ പാർട്ടിക്കിൾസ്. അവയാണ് നമ്മൾ കാർബൺ ക്വാണ്ടം ഡോട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അവയുടെ സ്ട്രക്ചർ, കാർബൺ ആറ്റംസ് ആണ് അവയിലുള്ളത്. ദെൻ കാർബോക്സിൽ അല്ലെങ്കിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഒക്കെ ചിലപ്പോൾ ഈ കാർബൺ ആറ്റത്തിന്റെ കൂടെ ഉണ്ടാവാം. കാർബോക്സിൽ എന്ന് പറയുമ്പോൾ CO ഗ്രൂപ്പുകളൊക്കെ, അതുപോലെ OH ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവാം. വിച്ച് കോൺട്രിബ്യൂട്ട് ടു ദെയർ വാട്ടർ സോലുബിലിറ്റി ആൻഡ് ബയോ കോമ്പാറ്റബിലിറ്റി. ഇനി സിന്തസിസ്, കാർബൺ ക്വാണ്ടം ഡോട്ട്സ് രണ്ട് രീതിയിൽ സിന്തസൈസ് ചെയ്യാം. ടോപ്പ് ഡൗൺ അപ്രോച്ച് ഉണ്ട്, ബോട്ടം അപ്പ് അപ്രോച്ച് ഉണ്ട്. ടോപ്പ് ഡൗൺ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വലിയ മെറ്റീരിയലിൽ നിന്ന് ചെറിയ നമ്മുടെ ക്വാണ്ടം ഡോട്ട്സ് അല്ലെങ്കിൽ നാനോ പാർട്ടിക്കിൾസ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണ് ടോപ്പ് ഡൗൺ മെത്തേഡ് എന്ന് പറയുന്നത്. ലാർജർ കാർബൺ സ്ട്രക്ചേഴ്സിനെ ബ്രേക്ക് ചെയ്യുക, അതായത് ഗ്രാഫൈറ്റ് ആവാം, കാർബൺ നാനോ ട്യൂബ്സ് ആവാം, നാനോ ഡയമണ്ട്സ് ആവാം. ഇവനെ ഒക്കെ ലേസർ അബ്ലേഷനോ ആർക്ക് ഡിസ്ചാർജ് ഒക്കെ വഴി ചെറിയ പാർട്ടിക്കിൾസ് ആക്കി മാറ്റുക. അതാണ് ടോപ്പ് ഡൗൺ സിന്തസിസ് മെത്തേഡ്. അടുത്തത് ബോട്ടം അപ്പ് സിന്തസിസ് മെത്തേഡ് ഉണ്ട്. സിന്തസിസ് കാർബൺ ക്വാണ്ടം ഡോട്ട്സ് ഫ്രം സ്മോൾ പ്രിക്കസേഴ്സ് സച്ച് ആസ് കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ ബോട്ടം അപ്പ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ചെറിയ സാധനങ്ങളിൽ നിന്ന് പിന്നെ അത് ഒന്ന് അഗ്രിഗേറ്റ് ചെയ്യിപ്പിച്ച് ആണ് നമ്മൾ വലിയ കാർബൺ നാനോ മെറ്റീരിയൽസ് സിന്തസൈസ് ചെയ്തെടുക്കുക. നമ്മൾ സിന്തസിസ് ഓഫ് നാനോ മെറ്റീരിയൽസിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ബോട്ടം അപ്പ് സിന്തസിസിൽ എങ്ങനെയാണ് കാർബൺ ക്വാണ്ടം ഡോട്ട്സിനെ ഏതെങ്കിലും കാർബോഹൈഡ്രേറ്റ്സ് സിട്രേറ്റ് ഒക്കെ എടുത്തിട്ട് അതിനെ വീണ്ടും റിയാക്ഷൻസ് നടത്തിയിട്ടാണ് നമ്മുടെ കാർബൺ ക്വാണ്ടം ഡോട്ട്സ് പ്രിപ്പയർ ചെയ്തെടുക്കുക. അതാണ് ബോട്ടം അപ്പ് മെത്തേഡ്. ദെൻ അവയുടെ പ്രോപ്പർട്ടീസ്, ഒന്ന് കാർബൺ ക്വാണ്ടം ഡോട്ട്സിന് ഫോട്ടോ ലുമിനസെൻസ് പ്രോപ്പർട്ടി ഉണ്ട്, അതായത് ഫ്ലൂറസെൻസ് പ്രോപ്പർട്ടി ഉണ്ട്. ദെൻ ബയോ ഇമേജിങ്ങിൽ സെൻസിങ്ങിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ ഫ്ലൂറസെൻസ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട്. അതുപോലെ വാട്ടർ സോലുബിലിറ്റി ഉണ്ട്. സോ ബയോളജിക്കൽ അക്വസ് എൻവയോൺമെന്റ്സിലൊക്കെ നമുക്ക് ഈ ഒരു കാർബൺ ക്വാണ്ടം ഡോട്ട്സിനെ യൂസ് ചെയ്യാൻ പറ്റും വാട്ടർ സോലുബിലിറ്റി ഉള്ളതുകൊണ്ട്. അടുത്തത് ബയോ കോമ്പാക്റ്റബിലിറ്റി, നോൺ ടോക്സിക് ആണ്, ബയോമെഡിക്കൽ ആപ്ലിക്കേഷൻസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും, ശരീരത്തിനൊന്നും ഹാനികരമായിട്ടുള്ള വസ്തുക്കളല്ല ഇവയിലുള്ളത്. ദെൻ ഈസി സിന്തസൈസ്, കാർബൺ ക്വാണ്ടം ഡോട്ട്സ് നമുക്ക് ഈസി ആയിട്ട് സിന്തസൈസ് ചെയ്തെടുക്കാൻ പറ്റും. ദെൻ ഒപ്റ്റിക്കൽ ഇലക്ട്രോണിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ട്യൂൺഡ് ബൈ മോഡിഫൈങ് സൈസ്, സ്ട്രക്ചർ, സർഫസ് ഫംഗ്ഷൻ ഗ്രൂപ്പ്സ് ഒക്കെ മാറ്റി നമുക്ക് അവയുടെ ആ ഒരു പ്രോപ്പർട്ടീസ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കാർബൺ ക്വാണ്ടം ഡോട്ട്സിന്റെ പ്രോപ്പർട്ടീസ്. ദെൻ ആപ്ലിക്കേഷൻസ് ബയോ ഇമേജിംഗിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഫ്ലൂറസെന്റ് പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് ബയോ ഇമേജിംഗിൽ, ബയോ സെൻസിംഗിലൊക്കെ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഡ്രഗ് ഡെലിവറിയിൽ, ടാർഗറ്റഡ് ഡ്രഗ് ഡെലിവറിയിലൊക്കെ ഡ്രഗിന്റെ ക്യാരിയേഴ്സ് ആയിട്ട് നമുക്ക് ഈ ഒരു കാർബൺ ക്വാണ്ടം ഡോട്ട്സിനെ യൂസ് ചെയ്യാൻ പറ്റും. എനബിളിംഗ് ടാർഗറ്റഡ് ഡ്രഗ് ഡെലിവറി ടു സ്പെസിഫിക് സെൽസ് ഓർ ടിഷ്യൂസ്. ടാർഗറ്റഡ് ഡ്രഗ് ഡെലിവറി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഏതെങ്കിലും ഇപ്പം നമ്മുടെ ഏതെങ്കിലും സെല്ലിനോ ടിഷ്യൂനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക അവയവത്തിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് മാത്രമായിട്ട് പർട്ടിക്കുലർ ഡ്രഗ്സിനെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടാർഗറ്റഡ് ഡ്രഗ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് ക്യാരിയേഴ്സ് ആയിട്ട് ഈ ഡ്രഗ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കാർബൺ ക്വാണ്ടം ഡോട്ട്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഫുള്ളറീൻസിന്റെ ആപ്ലിക്കേഷനിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ. ദെൻ സോളാർ സെല്ലുകളിൽ ഈ കാർബൺ ക്വാണ്ടം ഡോട്ട്സ് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഒപ്റ്റോ ഇലക്ട്രോണിക്സ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് LED നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ
പൊല്യൂട്ടൻസ്, വാട്ടറിൽ നിന്നും എയറിൽ നിന്നൊക്കെ പൊല്യൂട്ടൻസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കാർബൺ ക്വാണ്ടം ഡോട്ട്സ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ കെമിക്കൽ റിയാക്ഷൻസിൽ കാറ്റലിസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ഗ്രാഫീന്, ഫുള്ളറിൻ, കാർബൺ ക്വാണ്ടം ഡോട്ട്സ് ആൻഡ് കാർബൺ നാനോ ട്യൂബ്സ് ആണ്. അവയുടെ ആപ്ലിക്കേഷൻസ്, പ്രോപ്പർട്ടീസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കാർബൺ അലോട്രോപ്സ് ആണ്, സിമ്പിൾ ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ.